കാരുണ്യത്തിന്റെ തൂവൽ സ്പർശം. ഈ രണ്ട് കൈ അസുഖം വരുമ്പോഴേ അനക്കോളും. ഞാൻ എത്ര വേണോ ഇരുന്നോളാം. എൻ്റെ കൊച്ചു സംസാരിക്കുന്നത് വരെ ഞാൻ ഇരുന്നോളാം. എനിക്ക് എൻ്റെ കൊച്ചു സംസാരിച്ച് ഇത്ര വെള്ളം വേണം അമ്മാമ്മ എന്ന് പറഞ്ഞ് കേട്ടാ മതി. കാരുണ്യത്തിൻ്റെ തൂവൽ സ്പർശത്തിൻ്റെ പുതിയ എപ്പിസോഡുമായി നമ്മൾ ഇന്ന് കാണാൻ വന്നിരിക്കുന്നത് ഒരു കൊച്ചു കുഞ്ഞിനെയാണ്. സാധാരണ കുട്ടികളെയൊക്കെ പോലെ കളിച്ചും ചിരിച്ചും ഓടിയും ഒക്കെ നടന്നിരുന്ന, എന്നാൽ ഇന്ത്യയിൽ തന്നെ ഇതുവരെ ആർക്കും റിപ്പോർട്ട് ചെയ്യപ്പെടാത്ത ഒരു അപൂർവ രോഗത്തിന് അടിമപ്പെട്ട് തൻ്റെ കഴിവുകളെല്ലാം പയ്യെ നഷ്ടപ്പെട്ട് പെട്ടെന്നൊരു ദിവസം കിടപ്പിലായ 5 വയസ്സുകാരൻ. എത്ര നാൾ മുമ്പാണ് ഈ അസുഖം വന്നു തുടങ്ങുന്നത്? 5 മാസമായി. നമ്മൾ ആദ്യം ഏത് ഹോസ്പിറ്റലിലോട്ടാണ് കൊണ്ടുപോയത്? ആദ്യം ഇവിടെ ഈട്ടിമൂട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അപ്പോൾ അവർ പറഞ്ഞ് കാലിനൊരു വളവ് പോലെ ഉണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ വീഴണത്. SIT കൊണ്ടുപോയി. അവർ ഇത് സ്റ്റേജ് എന്തൊക്കെ വെച്ച് കെട്ടിയൊക്കെ തരുമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് കൊണ്ടുപോയത്. അവിടെ കൊണ്ടുപോയപ്പോഴത്തേക്ക് മാഡം പറഞ്ഞ് നടന്നു വരാൻ പറഞ്ഞു. അപ്പം നടക്കുമ്പം വീഴുന്നില്ല, ഓടുമ്പോൾ വീഴുന്നു, പതുക്കെ നടന്നു വരുമ്പോൾ അവൾ വീണു പോണ്. അങ്ങനെ മാഡം പറഞ്ഞ് CT സ്കാൻ എടുക്കാൻ പറഞ്ഞ് CT സ്കാൻ എടുത്ത് പിന്നെ MRI ഒക്കെ എടുത്ത് പിന്നെ എന്നിട്ട് പറഞ്ഞ് നമ്മുടെ അടുത്ത് ഈ അസുഖം മാഡത്തിനൊരു ഡൗട്ട് മാത്രമാണ്, പക്ഷേ ഇന്ത്യക്കകത്ത് ആർക്കും ഇല്ല, നമുക്ക് നോക്കാമെന്ന് പറഞ്ഞ് ബ്ലഡൊക്കെ എടുത്ത് നട്ടലിൽ നിന്നൊക്കെ കുത്തിയെടുത്ത് നീരൊക്കെ എടുത്ത് അയച്ച്. ലക്ഷണങ്ങൾ കണ്ടത് അവൾക്ക് പഠിക്കണ കാര്യത്തിലൊന്നും പിന്നീട് ചോദിച്ചാൽ അവൾക്ക് അറിഞ്ഞുകൂടാ, അവളത് കണ്ടിട്ടേ ഇല്ലെന്ന് പറയും. അതുപോലെ നടക്കുമ്പോഴൊക്കെ വീഴും, പക്ഷെ ഓടുമ്പോൾ പ്രശ്നമില്ല, ഓടി അങ്ങ് പോവും. ഓടി എത്തണ സ്ഥലത്തേ വീഴുള്ളൂ, അപ്പോഴങ്ങ് മയങ്ങി വീഴും. അതുപോലെ വീട്ടിലാണെങ്കിൽ എപ്പോഴും വീഴൊക്കെ നിൽക്കണ സ്ഥലത്ത് നിന്ന് താനേ അങ്ങ് വീണ് അങ്ങ് മയങ്ങി വീഴുമായിരുന്നു. അങ്ങനെയാണ് കൊണ്ടുപോയത്. ആദ്യം കൊണ്ടുപോയ സമയത്ത് ആശുപത്രിയിൽ എന്തുവാണ് പറഞ്ഞത്? ആദ്യം എന്താണെന്ന് അവർ കണ്ടുപിടിക്കണം, എന്നിട്ടേ ചികിത്സ തുടങ്ങുള്ളൂ എന്ന് പറഞ്ഞു. എന്നിട്ട് അവർ ഈ MRI CT സ്കാനൊക്കെ എടുത്തപ്പോൾ MRIയിൽ ചെറുതായിട്ട് തലച്ചോറിൽ ഒരു തരം വൈറസ് പോലെ തോന്നണമെന്ന് പറഞ്ഞു. അതെന്തോ വൈറസാണെന്ന് അറിയാൻ വയ്യ, അതെന്താണെന്ന് അവരേലില്ല, പക്ഷെ ബാംഗ്ലൂർ അയച്ചു നോക്കിയാൽ അവർ അവിടെ നിന്ന് വരുമ്പോൾ പറയാമെന്ന് പറഞ്ഞു. ഞാൻ അവിടെ അയച്ച് 14 ദിവസം കഴിഞ്ഞാണ് റിസൾട്ട് വന്നപ്പോൾ പറഞ്ഞ് ഇത് SSP എന്ന് പറയുന്ന മെമ്മറി സെറോ എന്ന് പറയുന്ന അസുഖമാണ്. ഇതിന് ലോകത്തെവിടെയും പൂർണ്ണമായിട്ട് ചികിത്സയില്ല, നമുക്ക് ഒരു ചികിത്സയും കൊടുക്കാൻ പറ്റത്തില്ല. ഇത് കൊച്ചിൻ്റെ സകല കഴിവുകളും നഷ്ടപ്പെടുത്തിക്കൊണ്ട് മരണത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു തരം അസുഖമാണ്. ഇതിന് വേറെ ആശുപത്രിയിൽ അല്ലെങ്കിൽ ഏതൊക്കെ ഡോക്ടർമാരെ കാണിച്ചു? മേരി മാഡത്തിനെയാണ് SITയിൽ കാണിച്ചുകൊണ്ടിരിക്കണം. അവിടെ നിന്ന് മാഡം പറഞ്ഞു നിങ്ങൾ എവിടെയും കൊണ്ടുപോകണ്ട, ഈ അസുഖത്തിന് എവിടെയും ചികിത്സ ഇല്ലെന്ന് പറഞ്ഞു. എന്നിട്ടും ആളുകൾ പറയണേട്ട് അമൃതയിൽ കൊണ്ടുപോയി. അമൃതയിൽ എല്ലാ അസുഖവും അവിടെ ചികിത്സിക്കുമെന്ന് പറഞ്ഞ് അതിൻ്റെ അമൃതയിൽ കൊണ്ടുപോയി. അപ്പോൾ അവിടെ ടെസ്റ്റുകളെല്ലാം ഇതേ ടെസ്റ്റുകൾ തന്നെ എല്ലാം എടുത്തിട്ട് അവരും പറഞ്ഞെന്ന് വെച്ചാൽ ഈ അസുഖത്തിന് ലോകത്തെവിടെയും ചികിത്സ ഇല്ല, അവരും ഏറ്റെടുക്കാൻ പറ്റത്തില്ല, ചികിത്സ വല്ലതും ഉണ്ടെങ്കിലേ അവർക്ക് കുഞ്ഞിനെ ഏറ്റെടുക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അതുപോലെ ബാംഗ്ലൂർ പുട്ടുവർത്തി എന്ന് പറയുന്ന ഹോസ്പിറ്റലിൽ നിന്ന് ഡോക്ടർ ഇവിടെ വരെയാണ് അവസാനം നമ്മൾ വരുത്തി നോക്കി, കുഞ്ഞിനെ അത്രയും ദൂരം കൊണ്ട് ചെല്ലണം, സേഫല്ലെന്ന് പറഞ്ഞുകൊണ്ട് വന്ന് നോക്കി. എന്നിട്ട് ആ സാറും പറയണമെന്ന് വെച്ചാൽ ചികിത്സ ഒന്നുമില്ല, ഈ ഐസോബിനസിൻ ഗുളിക മാത്രം കൊടുത്ത് നമുക്ക് അവളെ ജീവനെ പിടിച്ചു നിർത്താൻ മാത്രമേ പറ്റുള്ളൂ. എന്ന് വെച്ചാൽ ഈ ഗുളിക കൊടുക്കുമ്പോൾ പെട്ടെന്നൊന്നും സംഭവിക്കാതെ അതിൻ്റെ പ്രവർത്തനത്തെ കുറച്ച് കൊണ്ടുവരാൻ പറ്റുമെന്ന്. പൂർണ്ണമായിട്ട് കുറയ്ക്കാൻ പറ്റത്തില്ലെങ്കിലും പ്രവർത്തനത്തിനെ കുറച്ച് പതുക്കെ ആക്കാൻ പറ്റും.
അസുഖങ്ങൾ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്തൊക്കെയാണ്? ഇപ്പം ജന്നി വന്നുകൊണ്ടിരിക്കും. EG എടുത്ത് നോക്കിയപ്പോഴത്തേക്ക് 1 മണിക്കൂർ നേരത്തേക്ക് മണിക്കൂറിൽ തന്നെ 10-12 തവണയോളം ജന്നി വരണം. അതിന് നമുക്കൊന്നും ചെയ്യാൻ പറ്റൂല. നമ്മളെ തലച്ചോറിൽ നിന്നുള്ള ഇതാണ് നമ്മുടെ ശരീരത്തിലെല്ലാം പ്രവർത്തിക്കണം. അതുകൊണ്ട് ഈ ജന്നി ഈ അസുഖത്തിൻ്റെ ഇത് അവസാനമായിട്ട് വരുന്ന സംഭവമാണ് ഈ ജന്നി. പക്ഷേ ഇവളെ കാര്യത്തിൽ പെട്ടെന്ന് തന്നെ ആയത് എന്തെന്ന് മാഡത്തിന് അറിയാൻ പറ്റണില്ല. അത് ഓരോരുത്തരുടെ ശരീരപ്രകൃതവും ഒക്കെ കൊണ്ടായിരിക്കും എന്ന് പറഞ്ഞു. ഭക്ഷണവും കാര്യമൊക്കെ എങ്ങനെ കുഞ്ഞിന്? ഒന്നും കഴിച്ചുകൂടാ. ലാക്റ്റിജൻ കലക്കി പാല് നിബിളുബിൽ കൊടുക്കും. അത് തന്നെ എപ്പോഴും മണ്ടേ കയറും. അത് ഈ അസുഖത്തിൻ്റെ ഇതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഒരുപാട് വെള്ളം എന്തെങ്കിലും കഴിച്ചെടുക്കാൻ പറ്റില്ല. പിന്നെ ദഹനശേഷി ഇല്ലാത്തതുകൊണ്ട് ആഹാരമൊന്നും കഴിക്കത്തില്ല. ഈ കാറ്റടിക്കുകയാണെങ്കിൽ ടാർപ്പ അത്രയും കൂടെ എടുത്തോണ്ട് പോകും. നമ്മൾ ഇതിനുള്ള അപേക്ഷ എവിടെ ശരിക്കും പഞ്ചായത്തിലാണോ വെച്ചത്? ആദ്യം പഞ്ചായത്തിലാണ് കൊടുത്തത്. ഇപ്പോൾ ഓൺലൈനായിട്ട് കൊടുക്കണമെന്ന് പറഞ്ഞ് ഓൺലൈനായിട്ട് അപേക്ഷ കൊടുത്ത്. പിന്നെ ഇവിടെ ഗ്രാമസഭയെ കൊണ്ടുവന്ന് കൊടുക്കണമെന്ന് പറഞ്ഞ് അവിടെയൊക്കെ കൊണ്ടുപോയി അപേക്ഷ കൊടുത്തു. അപേക്ഷ കൊടുത്തപ്പോഴത്തേക്ക് നമ്മൾ ഇത് വരുന്നപ്പോൾ 30ാമത്തെ പേരാണ് ഉള്ളത്. 1 വർഷത്തിൽ 5 വീടിന് മാത്രമേ ഇവിടെ നിന്നുള്ളൂ. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മളിത് വരണപ്പോഴേ തരാൻ പറ്റുള്ളൂ. ഈ മഴയൊക്കെ പെയ്യുമ്പോഴാണെങ്കിലും കുഞ്ഞിന് ചെറിയ അസുഖമാണെങ്കിലും പെട്ടെന്ന് പടർന്നു പിടിക്കുമല്ലോ. അടിച്ചുകൂടാ, ഇൻഫെക്ഷനൊന്നും ആവാതെ നോക്കണമെന്ന് പറഞ്ഞു. കാരണം ഇത്രയും വലിയ വൈറസ് തലച്ചോറിലുണ്ടോടെ ചെറിയ ഇൻഫെക്ഷൻ എന്തെങ്കിലും ജലദോഷമാണെങ്കിലും ചെറുതായിട്ട് വരികയാണെങ്കിൽ അത് കുഞ്ഞിന് വലുതായിട്ട് തന്നെ ബാധിക്കും. അതുകൊണ്ട് അതിൻ്റേതായിട്ട് നോക്കണം എന്നൊക്കെ പറഞ്ഞ് ഹോസ്പിറ്റലിൽ പൊടിയൊന്നും അടിച്ചുകൂടാ, ഇൻഫെക്ഷൻ ആയിക്കൂടാ, വെള്ളമൊന്നും നനഞ്ഞുകൂടാ, അവൾ കിടക്കുന്നിടത്ത് വെള്ളമൊന്നും വീണുകൂടാ. ഈ ജന്നി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണോണ്ട് തണുപ്പൊന്നും അടിക്കാതെ വെള്ളമൊന്നും വീഴല്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതിനുള്ളതൊന്നും നമുക്ക് ഇല്ല. കാജൽ 2ാമത്തെ മോളല്ലേ ഇവിടെ? അപ്പം കുഞ്ഞിന് വയ്യാതെ വരുമ്പോഴൊക്കെ എപ്പോഴും അമ്മയല്ലേ അടുത്തുണ്ടാവുക? ആദ്യത്തെക്കാളും ഇപ്പം കൂടുതലാണ് എൻ്റെ കൊച്ചിന്. ഇപ്പോഴവള ഈ 2 കൈ ഈ അസുഖം വരുമ്പോഴേ അനക്കമുള്ളൂ, അല്ലാതെ എൻ്റെ കൊച്ച അനക്കൂല. കാലമൊന്നും എൻ്റെ കൊച്ചൊന്ന് സംസാരിച്ച് കിട്ടിയാൽ മതി എനിക്ക്. വെള്ളം വേണമെന്ന് പറഞ്ഞ് കൊടുക്കാനൊരു ഭാഗ്യം ഉണ്ടായാൽ മതി എനിക്ക്. അതിനുവേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ്. എൻ്റെ ജീവൻ വേണമെങ്കിൽ ഞാൻ കൊടുക്കുക. എൻ്റെ കൊച്ചിനെ രക്ഷിച്ചിട്ട് എൻ്റെ കുടുംബത്തിലെ ഏറ്റവും നല്ല കൊച്ചും സംസാരിക്കാൻ എല്ലാത്തിനും കഴിവുണ്ടായിരുന്ന എൻ്റെ കൊച്ചാണ്. 5 വയസ്സുള്ള കാജലിന് 1 വർഷമാണ് ഡോക്ടർമാർ ഇനി പറഞ്ഞ ആയുസ്. ഓടിക്കളിച്ചുകൊണ്ടും കഥ പറഞ്ഞുകൊണ്ടും ഒക്കെ ഇവിടെ ഓടി നടന്നിരുന്ന കാജൽ 6 മാസം മുമ്പാണ് പെട്ടെന്ന് തളർന്നു വീഴുന്നത്. ശാരീരിക അസ്വസ്ഥതകളൊക്കെ കാരണം ആശുപത്രിയിലൊക്കെ കൊണ്ടുചെന്നപ്പോഴാണ് ലോകത്ത് ഇതുവരെ 3 പേർക്ക് മാത്രം വന്ന ഒരു പ്രത്യേകതരം രോഗത്തിന് അടിമയാണ് കാജലെന്ന് മനസ്സിലാവുന്നത്. പയ്യെ തനിക്കുണ്ടായ ഓരോ കഴിവുകളും നഷ്ടമായി. ഇപ്പോൾ ഒരു 6 വയസ്സ് അല്ലെങ്കിൽ 6 മാസം പ്രായമുള്ള കുഞ്ഞിൻ്റെ ദഹനശേഷി മാത്രമുള്ള കാജൽ സംസാരിക്കുകയില്ല, എഴുന്നേൽക്കുകയില്ല, നടക്കുകയില്ല, ഒന്നുമില്ല.